കുഞ്ഞിച്ചോ മീനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ സീസൺ 4 എപ്പിസോഡ് 2 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരാൾക്ക് സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയാനുണ്ട്. അത് മറ്റാരുമില്ല, നമ്മുടെ ആഷ് വേഴ്സ് ബ്രോ ആണ്. പുള്ളിക്കാരൻ നമുക്ക് ഇന്നലെ സൂപ്പർ താങ്ക്സ് തരുന്നു. അത് മാത്രമല്ല, നിങ്ങളെല്ലാവരും പുള്ളിക്കാരൻ്റെ ചാനൽ എന്തായാലും നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാനെന്ന് വെച്ചാൽ, ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല. അതെൻ്റെ പ്രശ്നമല്ല, നമുക്ക് ഇവിടെ വന്നൊരു സാങ്കേതിക പ്രശ്നമാണ്. പക്ഷേ ഇന്നും, അതായത് 29-ാം തീയതി എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതാണ്. എൻ്റെ ഫ്രണ്ടുമായിട്ട് ഇത് ഹോസ്പിറ്റലിൽ പോകേണ്ട കേസുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ 29-ാം തീയതി വെളുപ്പിന് 4 മണിക്കാണ് ഈ വീഡിയോ ഇന്ന് റെക്കോർഡ് ചെയ്യാണ്ടിരിക്കുന്നത്. കാര്യം എല്ലാവരും കമൻറ്റ് ബോക്സിൽ എപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ വേണ്ടി തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇരുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും പറഞ്ഞതുകൊണ്ട് ഞാൻ വെളുപ്പിന് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ എല്ലാവരും കട്ട സപ്പോർട്ട് വേണം. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നിടത്ത് ആ ഒരു ബിൽഡിംഗ് ആട്ടെ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ ഡിസിപ്ലിനെ കമ്മിറ്റിയുള്ള എല്ലാവരും തന്നെ അവിടേക്ക് വന്ന് പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കാനും നോക്കുന്നുണ്ട്. നമ്മുടെ ഗ്ലോറിയുടെ ബോണ്ട് അടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ പേര് ആ ബോണ്ടിൻ്റെ മുഖത്ത് കയറ്റിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ കുറച്ചധികം വാട്ടർ മേജസ് അവിടേക്ക് വന്നിട്ട് ആ ഒരു തീയുണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി അണച്ചിട്ടുണ്ട്. പക്ഷേ അതൊട്ടും നിസ്സാരമായ ഒരു കാര്യമല്ലായിരുന്നു. ഈ ടൈമിൽ നമ്മുടെ ചാൾസിനെ കാണിക്കുന്നുണ്ട്. പെട്ടെന്നായിരുന്നു നമ്മുടെ പ്രിൻസസ് കാത്തലിൻ ചാൾസ് എന്ന് പറഞ്ഞ് കിടന്ന് കാറിട്ട് അവനെ നേരെ ഓടിച്ചത്. അവനായിട്ട് ഓടിപ്പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കൈ വന്ന് പിടിക്കുന്നുണ്ട്. അതാട്ടെ നമ്മുടെ തീയുമാണ്. എന്നെ രക്ഷിക്കുന്നു പറഞ്ഞ് അവൻ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവനെ താഴ്ത്തിട്ടിട്ട് അവൻ്റെ ഗ്രാവിറ്റി മാജിക് അങ്ങോട്ട് യൂസ് ചെയ്യും. എന്നിട്ട് പറഞ്ഞ്, ഞങ്ങൾക്ക് നിന്നോട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. ഈ സമയത്ത് തന്നെ അവൻ പേടിച്ച് വിറക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്നെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട്. പക്ഷേ പെട്ടെന്നായിരുന്നു ഒരാൾ അവിടേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുകയും ചെയ്യും, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ സമയത്ത് ഒരു സ്റ്റുഡൻസിനെ ഹറാസ് ചെയ്യാൻ പാടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അതൊരു പ്രൊഫസറായിരുന്നു. ഗ്ലോറിയായിട്ട് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ചാൾസ് പറയും ചെയ്യും, പ്രൊഫസർ ഈ DC ഓഫീസറിനെ ഗ്രാബ് ചെയ്ത് ഒരു കാര്യമില്ല അതിനെ ഉപദ്രവിക്കുന്നു നോക്കിയേ. അതുമാത്രമല്ല, ഞാൻ ആ എക്സ്പ്ലോഷന് മരിക്കേണ്ടതായിരുന്നു. ഞാൻ എന്തോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. എന്നിട്ട് ഇവർ ചെയ്യുന്ന നോക്കിയേ, ഞാൻ ഒരു ഇൻസിഡന്റ് ആണെന്ന് പറയുന്നിടത്ത് പെട്ടെന്ന് നമ്മുടെ തീയോ അവൻ്റെ ഗ്രാവിറ്റി മാജിക്ക് ഫുള്ളി യൂസ് ചെയ്യും. എന്ന് പറഞ്ഞ്, നീ എന്തുവാണ് പറഞ്ഞത്? ഇന്നസെൻറ്റോ? അതും നീയോ? നീ പലതവണ റാഡിക്കൽ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, നീ ഒരു ക്രൈം സീനിലും ഉണ്ടായിരുന്നു. സോ നീ ഇന്നസെൻ്റ് ആണെന്നാണ് പറയുന്നത്. ആ ടൈമിൽ തന്നെ ആ ഒരു പ്രൊഫസർ പറയുന്നുണ്ട്, നിങ്ങൾ DC കമ്മിറ്റി ഓഫീസറൊക്കെ ആയിരിക്കും, പക്ഷേ ഇവിടെ ഒരു കാര്യമില്ലാതെ അവൻ അക്യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു പ്രൂഫ് പോലും ഇല്ലാതെ എന്തർത്ഥത്തിലാണ് നിങ്ങളിപ്പോൾ അവനെ അസൾട്ട് ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ടൈമിൽ നമ്മുടെ ഗ്ലോറി പറയുകയും ചെയ്യും, തീയോ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീ ശരിക്കും സ്ട്രെസ്ഡ് ആണ്, പക്ഷേ അത് സത്യമാണ്. നമുക്കിപ്പോൾ എവിഡൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ആ സ്റ്റുഡൻ്റാണ് ചെയ്തതെന്ന് നമുക്ക് ഒരിക്കലും പറയാനും പറ്റത്തില്ല. സോ നമുക്കിപ്പോൾ റഷ് ചെയ്യാനുള്ള ടൈമല്ല, നീ അത് മനസ്സിലാക്കുക. ഈ സമയത്ത് നമ്മുടെ കാതലിന് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ നമ്മുടെ കർട്ടസ് ആട്ടെ കറക്റ്റ് ടൈമിൽ അവിടേക്ക് ചെയ്തിട്ട് അവളെ കൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യോ, പ്രൊഫസർ ഗ്ലോറി പറഞ്ഞത് ശരിയാണ്. നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവനായിട്ട് ആ ഒരു ഗ്രാവിറ്റി മാജിക്ക് ദേഷ്യം കൊണ്ട് തന്നെ വീട്ടിലുണ്ട്. എന്നിട്ട് അവനെ പൊക്കിയെടുത്ത് അവൻ്റെ കൂട്ടുകാരുടെ നേരെ എറിഞ്ഞിട്ട് അവിടുന്ന് തിരിഞ്ഞ് നടക്കുവാണ്. ഈ സമയത്ത് തന്നെ കാതൽ ഒന്നും തിരിഞ്ഞു നോക്കാത്തത് നമ്മുടെ ചാൾസായിട്ട് അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ എജീനാണ്. അവനായിട്ട് നന്നായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ട് അങ്ങനെ ക്ഷീണിച്ച് അവൻ താഴത്തേക്ക് കിടക്കുവാണ്. അവൻ പറയും ചെയ്യും, എർത്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ്, പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഭയങ്കരധികം പാടുള്ള കാര്യം. ഞാനൊരു ലൈറ്റ് ഓറഞ്ച് സ്റ്റേജായിട്ട് കൂടി എനിക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്ക് കുറേയധികം പോകാൻ എന്ത് ചെയ്യാനാണ്? മര്യാദയ്ക്ക് ഞാൻ ആർത്തനോട് പറഞ്ഞാൽ മതിയായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അവനൊരു സോളിലുള്ള എല്ലാ കോഡ്ര എലമെൻ്റൽ മേജല്ലേ. അത് മാത്രമല്ല, അവന് ഡ്രാഗൺസ് വില്ലുമുണ്ട്. അവന് ഉറപ്പായിട്ടും എന്നെ സഹായിക്കാൻ പറ്റും. ഇന്നത്തെ ഒരു പ്രശ്നത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അവൻ ഒറ്റയ്ക്ക് അതെല്ലാം കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്. ആർത്തന് കുഴപ്പമൊന്നുമില്ലെന്ന് അവൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവരോട് എല്ലാവരും പറയുന്നുണ്ട്. ഇതേ കാലത്ത് അവർ ശരിക്കും ഹാപ്പിയായി മാറി. നമ്മുടെ ഡോറ പറയുന്നുണ്ട്, എന്തായാലും ഇനി അവൻ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒതുക്കണം. ഇനി അവന് വേറെ പണിയൊന്നും കൊടുക്കണ്ടല്ല. ആ സമയത്ത് തന്നെ അവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എജിയാട്ടെ ഇതെല്ലാം കണ്ടിട്ട് സന്തോഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയുകയും ചെയ്യും, ആർത്തൻ്റെ യഥാർത്ഥ അബിലിറ്റീസ് അവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആർത്തനെ പറ്റി അവർ വിഷമിക്കുമായിരുന്നു. നീ എന്തോ അവിടെ ചിന്തിക്കുന്നത്? എങ്ങനെ പോലും അവനെപ്പറ്റി വിഷമിക്കത്തില്ലേ? അവൻ്റെ സ്കിൽസും അവൻ്റെ പവറും അതെല്ലാം പോപ്പുലർ ആയിരിക്കും. പക്ഷേ അവനൊരു DC മെമ്പറല്ലേ. ഒന്നുമില്ലെങ്കിൽ പ്രിൻസസ് ടെസിയയ്ക്കും അവന് ഒരു ജെന്യൂനുള്ള കെയർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എന്താണ് ഇങ്ങനെയായി പോയത്? ഞാൻ ഡാവ്സിൻ്റെ കൂടെ വളർന്നുകൊണ്ടാണോ?
കോപ്പ് എൻ്റെ നേച്ചർ തന്നെ ഒരു ഫ്രീക്കാണെന്നൊക്കെ പറയുന്നത് വീണ്ടും അവൻ്റെ തല നന്നായിട്ട് വേദനിക്കാൻ തുടങ്ങും. പക്ഷേ അവൻ്റെ മനസ്സിലാക്കി വിടുന്നത് ആർത്തറിൻ്റെ ആ ഒരു രൂപമാണ്. കിങ്ഗ്രയുടെ ആ ഒരു ഫേഷ്യലുള്ള ബാക്കിൽ വന്ന ആ ഒരു രൂപം. അവൻ പറയുന്നുണ്ട് കോപ്പ് അത് ഓർക്കേണ്ട ടൈമല്ല ഇപ്പോൾ. ആർത്തറാട്ടെ അവൻ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. അവനാട്ടെ അവൻ്റെ ബിഗ്ഗസ്റ്റ് ഫാറ്റിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുവാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെ പോലും അവനെ സഹായിക്കണം. അവൻ്റെ കൂടെ ഞാൻ നിന്നേ പറ്റത്തുള്ളൂ. അതിനു വേണ്ടി ഞാൻ ഇനിയും സ്ട്രോങ്ങറായി മാറണമെന്ന് പറഞ്ഞുകൊണ്ട് അവനോട്ടെ നല്ല കട്ടൊക്കെ തന്നെ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന ഒരു വലിയൊരു ക്യൂ ആണ്. ആ സമയം തന്നെ ഒരുത്തൻ പറയുന്നുണ്ട്, എടാ നമ്മൾ ഇനി എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം? എനിക്ക് തോന്നുന്നു ഈ പോക്കാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ഫുൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ല റോജർ, കൗൺസിലോ എല്ലാം പറഞ്ഞ് നീ കേട്ടിരുന്നോ? ആ ടൈമിലാണ് അവൻ ആർത്തറിനെ ശ്രദ്ധിക്കുന്നത്. അല്ല ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ ഓടിച്ചെന്ന് ആർത്തറിനെ മുതുക് കയറി പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് ആർത്തർ ചോദിക്കുകയും ചെയ്യും, അല്ല ഞാൻ എന്താ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണോ? ഇവനൊരു ഹെൽപ്പ് പോലും അല്ലല്ലോ. എന്താടാ നിനക്ക് കണ്ണ് കണ്ടൂടെ? ഇവിടെ എല്ലാവരും ഈ സിറ്റി ക്രോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, ക്യൂവിൽ നിൽക്കുകയാണ്. നിനക്കത് കണ്ണ് കണ്ടൂടെ? ജെന്റിൽമാൻ, ഇത് എൽനിയോറിലെ ഒരു ഗസ്റ്റാണ്. അതുമാത്രമല്ല അർജൻറ്റായുള്ള ഒരു ബിസിനസ് അവൻ അറ്റൻഡ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞത് പെട്ടെന്ന് അവളുടെ കൈ അങ്ങോട്ട് തട്ടി മാറ്റും. അതിലെ കൂടെ ഉള്ളവമെന്ന് പറയുന്നുണ്ട്, റോജർ ഒന്ന് അടങ്ങി നിൽക്കേ. പിന്നെ അടങ്ങി നിൽക്കാനാ? ഗസ്റ്റാ, എൽനിയോറില്ല, നമ്മളിവിടെ ബിസിനസ് ചെയ്യാനല്ലേ വന്നത്. എത്ര നേരമായി നമ്മളിവിടെ നോക്കിയിരിക്കുന്നു. അപ്പോൾ ഇവനെ പോലുള്ള കൊച്ചു ഉരുപ്പിളൊക്കെ നമ്മളെ മറികടന്ന് നടന്നു പോകുന്നു. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ എത്ര നേരം എന്നറിയാമോ വെയിറ്റ് ചെയ്യാൻ? ആ സമയത്ത് അവൻ പറഞ്ഞത്, എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ കാര്യം, ശരിയാണ്. ഞാൻ ഈ ലൈൻ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ അതിന് വാലിഡായുള്ള ഒരു റീസൺ ഉണ്ട്. വാലിഡായുള്ള റീസണാണ്. നിൻ്റെ അച്ഛൻ എന്താടാ നിന്നെ മര്യാദക്ക് പഠിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആർത്തൻ്റെ കൊങ്ങ കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യ്, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ചുട്ട് കരിക്കത്തില്ല. ആ സമയത്ത് ആർത്തർ പറയും ചെയ്യ്, നിനക്കെന്നെ കരിക്കണമെന്നുണ്ടെങ്കിൽ നീ അറ്റ്ലീസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് അവൻ ആ പവർ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, നീ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും യൂസ് ചെയ്ത് കാണിക്കണം. ഇത് കാണുന്നിട്ട് ആ റോജർ എന്ന് പറഞ്ഞവൻ പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. എന്നിട്ട് ആർത്തർ ഒന്നും മിണ്ടാതെ അവിടുന്ന് മുന്നോട്ട് നടക്കുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അത് കഴിയുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. നമ്മുടെ ആർത്തർ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഗ്രാൻഡ്മ സിൽവിനെ കണ്ടുപിടിക്കാൻ ഇത്രയധികം കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് ഇത്രയധികം താമസിച്ചത്? താങ്കളല്ലേ പറഞ്ഞത് സിൽവിയുടെ മാന ഒരു സിഗ്നേച്ചർ ഐറ്റം ആണെന്ന്? അതോ അതിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു സംഭവം കൊണ്ടോ? ലേഡി സിൽവിയുടെ ഫെദേഴ്സ് അതിൻ്റെ പ്രസൻസും അവളുടെ പ്രസൻസും ഒരേപോലെ മറച്ചു വെച്ചതാണ്. ഓ, അപ്പോൾ അതിനായിരുന്നല്ലേ ഇത് തന്നത്. എന്തായാലും ഒരു കാര്യം പറയാം ആർത്തർ, ഇപ്പം ഞങ്ങൾ എന്തായാലും നിന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി എന്തായാലും നീ പ്രിപ്പയർ ചെയ്യേണ്ട ടൈമായി എപ്പിയോത്തീസിലേക്ക് വരാനായിട്ട്. ആ സമയത്താട്ടെ ആർത്തറാട്ടെ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് ആ ഒരു ക്യാസിലിൻ്റെ. ഈ സമയത്ത് തന്നെ അവൻ പറയുന്നത്, എപ്പിയോത്തീസ് ഇനി അവിടേക്ക് പോകണമല്ലേ? ആ ടൈമിൽ അവിടെയുള്ള ഗാർഡ് ചോദിക്കുന്നുണ്ട്, ഗുഡ് മോർണിംഗ്. പക്ഷേ ഇതാരാണ്? പെട്ടെന്നാട്ടെ ആർത്തർ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പെൻഡൻ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ആ ടൈമിൽ തന്നെ ആ ഗാർഡ്സ് ചോദിക്കുന്നുണ്ട്, അല്ല ഈ പെൻഡൻ്റ് വെരിഫൈഡ് ആണോ? ഈ ടൈമിൽ ആർത്തർ ആലോചിക്കുന്നുണ്ട്, കോപ്പ് ഇത് വെരിഫൈഡ് അല്ലെങ്കിൽ ഇതാരും വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാണ് ഇത് കൈ കൊണ്ട് നടക്കുന്നത്? പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ അവന്മാർ മാറിക്കൊടുക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നായിരുന്നു ഒരു ഭൂകമ്പം അവിടെ ഉണ്ടായത്. ഒരു കാര്യം പൊട്ടിത്തെറിക്കുന്നുണ്ട്. ആ സെക്കൻഡിൽ തന്നെ ആ ഗാർഡ്സ് ആർത്തറിൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് കയറിയിട്ട് പറഞ്ഞു, എടാ നീ ബാക്കിലേക്ക് മാറിക്കോ. ഈ സമയത്ത് ആർത്തർ പറഞ്ഞു, ഇവിടുത്തെ റോയൽ ഗാർഡ്സ് എന്തായാലും കൊള്ളാം, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ആർത്തർ തൻ്റെ മാജിക് യൂസ് ചെയ്ത് ആ ഒരു സാധനം അവിടുന്ന് മാറ്റുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ആർത്തർ നീയല്ലേ അത്? അതെ. അലഗ്രാംസ് ഇവിടെ എന്ത് പറ്റി? വല്ല ഇൻട്രൂഡർ ആയിരുന്നോ? ഓ, ഇൻട്രൂഡർ ആയിരുന്നെങ്കിൽ ഇവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇത് അതിലും പ്രശ്നമാണെന്ന് പറയുന്നത് വീണ്ടും ഒരു വലിയൊരു എക്സ്പ്ലോഷൻ കേൾക്കുന്നുണ്ട്. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ ടെസ്സായിരുന്നു. അവൾ പറയുന്നുണ്ട്, ഗ്രാൻഡ്പാ എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് തന്നെ പുള്ളിക്കാരൻ പറയുകയും ചെയ്യും, അവളുടെ ബോഡി ഫുള്ളി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു ആ ഒരു എൽഡർവുഡ് ഗാർഡിയനായിട്ട്. എന്ത് ഫുള്ളി ഇൻറ്റഗ്രേറ്റോ? അതൊരു എസ് ക്ലാസ് ബീസ്റ്റ് അല്ലായിരുന്നോ? ഇനി വിസ്റ്റസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു മാർബിൾ കാരണമായിരിക്കുമോ? എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ടെസ്സക്ക് എന്തായാലും ആ വൈൻസ് ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓരോ നോട്ടം കട്ട് ചെയ്യാൻ നേരത്ത്. സോ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഞാൻ എന്തായാലും നിനക്ക് കവർ ചെയ്യാവുന്നതാണ്. ആ ടൈമിൽ തന്നെ ആ ഒരു ഗാർഡ്സും പറയുന്നുണ്ട്, എൽഡർ വീറിയ ഞങ്ങളെതിൽ ചെയ്യണോ? നിങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങളോട് നിൽക്കി പൊക്കോ. അല്ല അപ്പം പയ്യനോ? എടാ നിങ്ങൾ പൊക്കോ, ആ പയ്യൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ ടൈമിൽ തന്നെ അവൻ ആലോചിക്കുന്നുണ്ട്, അല്ല ഇവനിതാരാണ്? എന്നിട്ട് പറയുകയും ചെയ്യും, ടെസ്സിനെ പറ്റി ബാക്കിയുള്ളവർ അറിയാത്തതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ല നീ റെഡിയല്ലേ? ഞാൻ എപ്പോഴും റെഡി. പപ്പ ഞാനെന്ത് ചെയ്യണം? നീ അടങ്ങി നിന്നാൽ മതി. ഇനി എക്സ്പ്ലോഷൻ്റെ പുറകെ ഒരു ഡ്രാഗനോടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും പേടിക്കും. അപ്പോൾ എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടേക്ക് ഡാഷ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചെന്ന് കയറിയപ്പോൾ തന്നെ ആർത്തറിൻ്റെ മുഖത്ത് നോക്കി ആ ഒരു വൈനായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ ആർത്തർ വീണ്ടും അത് ഡോട്ട് ചെയ്യും. എന്നിട്ട് പറഞ്ഞ് ഞാൻ എന്തായാലും ഫയർ ബേസ് സ്പെല്ല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു എൻവയോൺമെൻറ്റിന് കുറച്ച് റിസ്ക്കിയാണ്, അതുകൊണ്ട് ഇനി മറ്റു വഴിയില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ആ പവർ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്യുവാണ് അവൻ്റെ
ബീസ്റ്റ് വിൽ. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ അവൻ നേരെ അതിൻ്റെ അടുത്തേക്ക് റഷ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാണ്. ഈ സമയത്ത് തന്നെ അവൻ പറയും ചെയ്യും, യെസ് എങ്ങനെയെങ്കിലും ആ വയസ്സ് ക്ലോസ് ചെയ്താൽ കുറച്ച് നേരം ഒന്ന് പിടിച്ചു നിൽക്കുക. ആ ടൈമിലാണ് ആർ തന്നെ അവൾ കാണുന്നത്. എന്നിട്ട് പറയും ചെയ്യും, ഞാൻ ശ്രമിക്കാം, പക്ഷേ എനിക്ക് ഉറപ്പാണ് എനിക്കിത് അധികം നേരം പിടിച്ചു നിർത്താൻ പറ്റത്തില്ലെന്ന് പറയുന്നിടത്ത് ആർ സാർ നേരെ അവളുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, പേടിക്കണ്ട, ഞാനിവിടെ എത്തി. എന്നിട്ട് തൻ്റെ ഐസ് പൗസ് കൊണ്ട് അതെല്ലാം ഫ്രീസ് ചെയ്തിട്ട് അവളെ കൊണ്ട് നേരെ താഴത്തേക്ക് വരുവാണ്. അങ്ങനെ സേഫായിട്ട് തന്നെ താഴത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ടെസ് നീ ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ സമയത്ത് ആൾ പറഞ്ഞത്, കോപ്പ് എനിക്കിത് ഒട്ടും ഇഷ്ടമല്ല, ഞാൻ എപ്പോഴും നിൻ്റെ കയ്യിൽ നിന്ന് ഹെൽപ്പ് മേടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് നിൻ്റെ ഫാൾട്ടല്ല, ഞാൻ തന്നെ ബീസ്റ്റ് വലിയ കാരണമല്ലേ നിനക്ക് ഇതൊക്കെ സംഭവിച്ചത്. അതല്ലടാ പറഞ്ഞത്, നീ എനിക്ക് തന്നത് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ ഗ്രോ ചെയ്യാനായിട്ട്, അത് ഞാൻ എന്തായാലും യൂസ് ചെയ്യും, നന്നായിട്ട് എന്നെ സ്ട്രോങ്ങറായി നിൻ്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യും. ഇതേക്കാളത് തരണം ശരിക്കും ഹാപ്പിയാകും. എന്നിട്ട് പറയും ചെയ്യും, ഞാൻ എന്തായാലും അതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആ ഒരു കാഴ്ചയാണ്. പക്ഷേ അന്നവിടെ വിസ്റ്റം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് പറയും ചെയ്യും, ഇപ്പം എന്തായാലും അവനോട് എല്ലാം പറയുന്നത് അതത്ര നല്ലതല്ല, പക്ഷേ ഒരു ദിവസം അവൻ എന്തായാലും അറിയണം ലേഡി സിൽവിയുടെ ട്രൂ ലിനിയേജിനെ പറ്റി. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ സിൽവിനെ പറ്റി ഇനി കുറേയധികം മിസ്റ്ററികൾ അഴിയാനുണ്ട്. അതൊക്കെ എന്നാന്ന് വരുന്ന ചാപ്റ്റേഴ്സിൽ നമുക്ക് മനസ്സിലാകുന്നതായിരിക്കും. സോ എന്തായാലും ഈ ചാപ്റ്റർ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചാപ്റ്റർ എന്തായാലും ഉടനെ തന്നെ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.